നമസ്കാരം ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഓൺ വോയിസിൽ വരാൻ കാരണം ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, ഇത് പ്ലം കേക്കാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ക്രിസ്മസിന് നിങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടാവുമായിരിക്കും. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, പ്ലം കേക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതെൻ്റെ വീട്ടിൽ വാങ്ങിച്ചിരുന്നു. ഞാനിപ്പോൾ ഇത് കാണിക്കാൻ കാരണം ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ച കേക്കല്ല. ഇതെനിക്ക് സ്നേഹത്തോടു കൂടി ഒരാൾ സമ്മാനമായിട്ട് തന്നതാണ്. ഈ ഫേസ്ബുക്കിൽ ഞാൻ വന്നിട്ട് ഒരു വർഷത്തോളമായി. ഈ ഒരു വർഷത്തോളമായിട്ട് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്, ഒരുപാട് വ്യക്തികളുണ്ട് സ്നേഹത്തോട് കൂടിയിട്ട്. അതുപോലെ തന്നെ ഒരു 4-5 മാസത്തോളമായിട്ട് എൻ്റെ കൂടെ നിന്നൊരു ചേച്ചിയുണ്ട്, സാൻഡി ചേച്ചി. 4-5 മാസമായിട്ടുള്ളൂ വെച്ചെങ്കിലും ഞങ്ങൾ ഒരുപാട് മാനസികമായിട്ട് പല രീതിയിലും പല വിശേഷങ്ങളും പങ്കുവെച്ച് ഒരുപാട് അടുത്തു. ഞാൻ കുറച്ച് നാളായിട്ട് കുറച്ച് മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു മോചനം എന്ന് പറഞ്ഞ പോലെ ചേച്ചി വിളിക്കുമ്പോൾ സംസാരിക്കും. ചേച്ചി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാറുണ്ട്. നീ പഴയതുപോലെ ആക്റ്റീവ് ആവണം, ഇതുപോലെ വിഷാദമായിട്ടിരിക്കരുത്, നല്ല ആക്റ്റീവ് ആവണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ നിന്ന ഒരാളാണ് ചേച്ചി. അപ്പോൾ ഞാൻ ചേച്ചിക്ക് എൻ്റെ മനസ്സിൽ കൊടുത്ത സ്ഥാനം എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ചേച്ചിയോട് സംസാരിക്കുന്നത്, ഞങ്ങൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല, ഞങ്ങൾ ഒരേ നാട്ടുകാരുമല്ല. പക്ഷേ എന്തോ വലിയൊരു ആശ്വാസമായിരുന്നു ചേച്ചി. എപ്പോഴും എന്നോട് വന്ന് സംസാരിക്കും. അതുപോലെ ഞാൻ ഓക്കെ ആണോന്ന് ചോദിക്കും. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ചേച്ചി എന്നോട് ഇതുപോലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, തിരക്കിലാണ് ചേച്ചിക്ക്, ഒരുപാട് എന്താ പറയുക, സാമൂഹ്യ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയിൽ വന്ന് എന്നോട് സംസാരിച്ചു. എങ്ങനെയാണ് ക്രിസ്മസൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് കുറച്ച് പൈസ ഇട്ട് തരാം, നീ മോന് കേക്ക് മേടിച്ച് കൊടുക്ക്, കഴിക്കിട്ടാ എന്ന് പറഞ്ഞു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ചേച്ചി നിർബന്ധിച്ച് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ വൈകിട്ട് പോയിട്ടും മേടിച്ചതാണ് ഈ കേക്ക്. അത് ഞാൻ പറഞ്ഞത്, ഈ കേക്ക് എനിക്ക് സ്പെഷ്യലാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ എനിക്ക് ഒരു സമ്മാനം ഇതുപോലെ ഒരു അതും ക്രിസ്മസിന് കേക്ക് എനിക്ക് തരുന്നത്. ഞങ്ങൾ ഒരേ നാട്ടുകാരല്ല, ചേച്ചി വേറെ നാട്ടിലായ കാരണം കൊണ്ട് ഞങ്ങളിതുവരെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ എങ്കിലും കുറഞ്ഞ നാളിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ, ഒരു അടുപ്പത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അതേപോലെ സ്നേഹത്തിന് ഈ പറഞ്ഞ പോലെ ജാതി മതം ഒന്നുമില്ല, അതുപോലെ നാടും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഏത് നാട്ടിൽ ഇരുന്നായാലും മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരോട് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ചോദിക്കാം. അതിനെ നേരിട്ട് കാണണമെന്നൊന്നുമില്ല. അപ്പോൾ അതുപോലെ ചേച്ചി എനിക്ക് ഇത് തന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. വാങ്ങിച്ചു കൊടുക്കിട്ടാ കഴിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സങ്കടവും സന്തോഷമൊക്കെ തോന്നി. കാരണം നമ്മളെ ഏതെങ്കിലുമൊക്കെ ഒരു നാട്ടിലിരുന്ന് സ്നേഹിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഒരു മനസ്സിനൊരു ആശ്വാസം. കാരണം നമ്മളെ എത്രത്തോളം ഒറ്റപ്പെടുന്നു എന്നുള്ളതല്ല, ഒറ്റപ്പെടലിലും നമ്മളെ സ്നേഹിക്കാൻ ആരൊക്കെ ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് വലിയ കാര്യമല്ലേ. അതാണ് വലിയ കാര്യം. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതുവരെ കൂടെ നിന്നിട്ട് മാറിപ്പോണതല്ല. നമ്മുടെ കൂടെ എപ്പോഴും എല്ലാ സുഖദുഃഖങ്ങളിലും കൂടെ ഉണ്ടാവണുണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എനിക്ക് ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചേച്ചിയോട് പറയാറുള്ളതാണ്. എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ചേച്ചി ഒരു പരിഹാരം എന്ന പോലെ ആശ്വാസം തരാറുണ്ട്. അപ്പോൾ ചേച്ചി തന്നതാണ് ഈ സമ്മാനം. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കാൻ കാരണം ചേച്ചിയോട് സമ്മതം ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ വീഡിയോ എടുത്തോട്ടെ ചേച്ചി, ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ആയിട്ട് എടുക്കാൻ, എനിക്ക് ഇത്തിരി ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ഞാൻ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, അതിനെന്താ നീ എടുത്തോ, കുഴപ്പമില്ല, സാരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഓൺ വോയിസ് ഇങ്ങനെ സംസാരിച്ച് ഭയങ്കര ചമ്മലാണ്. നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന പോലെയല്ലല്ലോ, എനിക്ക് ഭയങ്കര ചമ്മലുണ്ട്. പക്ഷേ സാരമില്ല. അപ്പോൾ ചേച്ചിക്ക് എല്ലാവിധ നന്മകളും സ്നേഹവും ഈ അനിയത്തിയുടെ വക എല്ലാ സ്നേഹവും ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, അങ്ങനെ കുറച്ച് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, നമ്മൾ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ കൂടെ ഉള്ളത് തന്നെയാണ് എൻ്റെ ബലം. വേറൊന്നും പ്രത്യേകിച്ച് എനിക്ക് വേറെ കഴിവുകളൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ചേച്ചിക്ക് ഒരുപാട് നന്ദി, സ്നേഹം.